2004 സമാനമാണ് സ്ഥിതി. 2004 പ്രീ പോളും എക്സിറ്റ് പോളും ഒന്നൊഴിയാതെ എല്ലാം പ്രവചിച്ചത് വാജ്പേയി വീണ്ടും അധികാരം നിലനിർത്തുമെന്നായിരുന്നു. ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടത്തിയ ആ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും ഈ എക്സിറ്റ് പോളുകാർക്കോ പ്രീ പോളുകാർക്കോ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടത് വെറും 138 സീറ്റിലേക്ക് അന്ന് BJP ചുരുങ്ങുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 2004 അനുഭവമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. കേരളത്തിലൊരു കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തില് BJP LDF-നൊപ്പം വോട്ട് ഷെയറിൽ കൂടും എന്നൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ ഈ എക്സിറ്റ് പോളിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ? അത്തരത്തിൽ എക്സിറ്റ് പോള് കൊണ്ട് BJP ജയിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിപ്പിക്കാൻ പറ്റില്ല. ആരോപണമാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം വിശ്വാസമില്ലെന്ന് പറയുന്നത്. അത് ആദ്യം പ്രതിപക്ഷം അങ്ങനെയല്ല ആവശ്യപ്പെട്ടത്, അന്വേഷണം വേണമെന്നാണ്. അപ്പൊ പ്രതിപക്ഷത്തിന്റെ ധാരണ എന്തായിരുന്നു വെച്ചാൽ ഈ ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിക്കില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് 10 മിനിറ്റിനകം തന്നെ പരാതി DGPക്ക് കൊടുത്തത്. അപ്പൊ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഒരായുധം പോയാൽ വേറൊരു ആയുധം പിടിക്കാം, അത്രയേ തന്നെ കാണേണ്ട കാര്യമുള്ളൂ. മാറ്റിയോ മൊഴി? ഞാനറിഞ്ഞിട്ടില്ല. അല്ല, ഇപ്പൊ ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. പ്രതിപക്ഷം ആദ്യം പറഞ്ഞത് എന്താ? അവിടെ പ്രതിപക്ഷം ഇപ്പൊ നിൽക്കുന്നുണ്ടോ? സാധാരണ നമ്മുടെ നാട്ടില് ഒരു വിവാദം കിട്ടിയാൽ മാസങ്ങൾ ഓടിക്കലാണല്ലോ പതിവ്. എന്റെ ഒരാഴ്ച പോലും ആയുസ് ഉണ്ടാവാതെ പോയ ഈ വിവാദത്തിന്. അപ്പോ പ്രതിപക്ഷത്തിന് കിട്ടിയ ആയുധം ഒരു തുരുമ്പിച്ച ആയുധമായിരുന്നു എന്നും മനസ്സിലാക്കണം. പ്രതിപക്ഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട ആയുധങ്ങൾ നേടുന്നത് നന്നായിരിക്കും. ആ കൗശലമൊക്കെ പ്രതിപക്ഷം കയ്യിൽ വെച്ചാൽ മതി. ഒരു കൈകടത്തലും ഉണ്ടായിട്ടില്ല. ഞങ്ങള് സർക്കാർ എന്ന നിലയിൽ കൂട്ടുത്തരവാദിത്വത്തോടെയാണ് പ്രവർത്തിക്കുന്നത്.